ഭക്തജന സഹസ്രങ്ങൾക്ക് ദർശന പുണ്യം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം ഇന്നലെ നടന്നു. ദീപപ്രഭയിൽ മിന്നിത്തിളങ്ങിയ ഏറ്റുമാനൂരപ്പനെയും ഏഴര പൊന്നാനകളെയും ദർശിച്ച ഭക്തജന സഹസ്രങ്ങൾ വലിയ കാണിക്കയർപ്പിച്ച് മടങ്ങി. ഇന്നലെ രാത്രി 12-നായിരുന്നു ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും. മണിക്കൂറുകൾ മുമ്പേ ആസ്ഥാന മണ്ഡപത്തിന് മുന്നിലും ക്ഷേത്ര പരിസരവും നിറഞ്ഞു കവിയുന്ന ഭക്തജന സഹസ്രങ്ങൾ ദർശന പുണ്യത്തിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൃത്യം 12 മണിക്ക് ആസ്ഥാന മണ്ഡപത്തിന്റെ വാതിലുകൾ തുറന്നു. കരിക്കിൻ കുലകളും പട്ടും പുഷ്പമാലകളും തളിർവെറ്റിലകളും കൊണ്ട് അലങ്കൃതമായ ആസ്ഥാന മണ്ഡപത്തിൽ സുവർണ ദീപപ്രഭയിൽ ദീപ്തമായി ഭഗവാൻ. ഇരുവശങ്ങളിലുമായി 7 പൊന്നാനകൾ. ഭഗവാന് മുന്നിൽ അരപ്പൊന്നാന. 10,000ങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നും ഉയർന്ന പഞ്ചാക്ഷരി മന്ത്രധ്വനികളാൽ മുഖരിതമായ ക്ഷേത്രാങ്കണം ഭക്തിസാന്ദ്രമായി. ദർശനത്തിന് ശേഷം വലിയ കാണിക്ക. ചെങ്ങന്നൂർ പൊന്നുരുട്ട മഠത്തിലെ പ്രതിനിധി ആദ്യ കാണിക്ക അർപ്പിച്ചു. പിന്നാലെ ദേവസ്വം അധികൃതരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും, ശേഷം ഭക്തജനങ്ങളും. തുടർന്ന് വലിയ വിളക്ക് എഴുന്നള്ളിപ്പിനായി ഏറ്റുമാനൂരപ്പനൊപ്പം ഏഴര പൊന്നാനകളെയും ആസ്ഥാന മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ചു. വലിയ വിളക്കിന് ശേഷം ഏഴര പൊന്നാനകളെ ആസ്ഥാന മണ്ഡപത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചു. ഏഴര പൊന്നാനകളെ ആറാട്ട് ദിവസം ആറാട്ട് എതിരേൽപ്പ് വരെ ദർശിക്കാം. പേരൂർ കവലയിലെ എതിരേൽപ്പ് മണ്ഡപത്തിൽ ആറാട്ട് തിരിച്ചെഴുന്നള്ളത്തിന് എതിരേൽപ്പ് നൽകുമ്പോൾ ഏഴര പൊന്നാനകൾ അകമ്പടിയേകും.